സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുമിച്ചുള്ള തീർത്ഥാടന യാത്ര നമുക്ക് തുടരാം. ഇന്ന് നമ്മൾ തീർത്ഥാടനത്തിനായിട്ട് പോവുക വിശുദ്ധ ലൂക്കാസ്ലീഹയുടെ അടുത്തേക്കാണ്. റോമിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ പാദുവയിൽ എത്തിച്ചേർന്നിരിക്കുക. പാദുവയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ ദേവാലയത്തിൽ നിന്ന് അല്പവും കൂടെ നടന്നാൽ നമ്മളിതാ വിശുദ്ധ ലൂക്കാസ്ലീഹയുടെ ദേവാലയത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. പാദുവയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ ദേവാലയത്തിന് ഏകദേശം 500 മീറ്റർ ദൂരം അപ്പുറം വിശുദ്ധ ലൂക്കായുടെ ദേവാലയം നമുക്ക് കാണാം. വിശുദ്ധ ലൂക്കായെ, ഇവാഞ്ചലിസ്റ്റ് വിശുദ്ധ ലൂക്കായെ ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്, ഈ ദേവാലയത്തിലാണ്. നമുക്കറിയാം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എഴുതിയ അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്ന വിശുദ്ധ ലൂക്ക ഒരു വൈദ്യനാണെന്ന് ചരിത്രം പറയുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നു. നമുക്ക് വിശുദ്ധ ലൂക്കായുടെ ദേവാലയത്തിലേക്ക് സഞ്ചരിക്കാം. ഈ ദേവാലയത്തിന് ചുറ്റും അതിമനോഹരമായ ഒരു ഗാർഡൻ നമുക്ക് കാണാം. ഈ ഒരു നല്ല ഗാർഡന് ചുറ്റും വിശുദ്ധരുടെ സ്റ്റാച്യുകൾ, അതുപോലെ തന്നെ മാർപ്പാപ്പമാരുടെയൊക്കെ സ്റ്റാച്യുകൾ ഇവിടെ മുഴുവനും ചുറ്റിലുമായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു കനാല് പോലെ അതിന് ചുറ്റും ഓരോ പാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അതിമനോഹരമാക്കി. നമ്മളുവരെ ഇതാ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആ ഒരു സുവിശേഷത്തിൽ മാത്രമാണ് നമ്മൾ ധൂർത്തപുത്രന്റെ ഉപമയും നല്ല സമരിയാക്കാരുടെ ഉപമയൊക്കെ കാണുക. അതുപോലെ തന്നെ ഈശോയുടെ സ്വർഗാരോഹണം വിവരിക്കുന്നതും വിശുദ്ധ ലൂക്കയാണ്. നമുക്ക് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ദേവാലയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വിശുദ്ധ കുരിശിലെ ഈശോയുടെ രൂപമാണ്. അവിടെ നിന്ന് കുരിശിൻ്റെ അവിടെ നിന്ന് അൾത്താരയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഇത് വളരെ വലിയൊരു ദേവാലയമാണ് കേട്ടോ. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെയാണ് അൾത്താര നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അൾത്താരയെ ലക്ഷ്യമാക്കി വിശുദ്ധ ദേവാലയത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് കൂടുതലും വിശുദ്ധ ലൂക്കായെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. പലരും വിചാരിക്കുന്നത് പോലെ ഈശോ തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരാളല്ല കേട്ടോ വിശുദ്ധ ലൂക്ക. മറിച്ച് വിശുദ്ധ പൗലോസ്ലീഹയുടെ ഒരു കൂട്ടാളിയാണ് വിശുദ്ധ ലൂക്കാസ്ലീഹ. നമുക്കറിയാം, വിശുദ്ധ പൗലോസ്ലീഹ നടത്തിയ സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള യാത്രകളിലൊക്കെ വീണ്ടും വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ പരാമർശിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ഒരു കൂട്ടാളിയാണ് വിശുദ്ധ ലൂക്കാസ്ലീഹ. ഇതാണ് വിശുദ്ധ ലൂക്കാസ്ലീഹയുടെ ഖബറിടം. നമുക്ക് അങ്ങോട്ട് വീണ്ടും വരാം. നമുക്കിപ്പോൾ ആദ്യം അൾത്താരയിലേക്ക് നീങ്ങാം. ഈശോയുടെ ദിവ്യ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ വിശുദ്ധ ലൂക്കാസ്ലീഹയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ഒരു ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒത്തിരി വിശുദ്ധരെ ഈ ദേവാലയത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ വിശുദ്ധ ജസ്റ്റീനയുടെ ഖബറിടമാണ് നമ്മൾ കാണുക. ഇനി ദേവാലയത്തിൻ്റെ അൾത്താരയുടെ പുറകിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് കോൺസെലിബ്രേറ്റ് ചെയ്യുന്ന വൈദികർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും അതുപോലെ തന്നെ പ്രാർത്ഥനാ സമയങ്ങളിൽ ഇരിക്കാനുള്ള ഇരിപ്പിടവും ഒക്കെയാണ് നമ്മളിവിടെ കാണുക. ഇതിന് തൊട്ട് പുറകിലായിട്ട് സ്വർഗവും ഭൂമിയും സമന്വയിപ്പിക്കുന്ന ഒരു വലിയ ചിത്രീകരണമാണ് നമ്മളിവിടെ കാണുക. അങ്ങനെ മനോഹരമായ ആർട്ടുകളാൽ സമ്പന്നമായ ഒരു അൾത്താരയുടെ വശങ്ങളാണ് നമ്മളിവിടെ കാണുക. ഇവിടെ ഇരിക്കാനുള്ള ഈ ചെയറുകളിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന വ്യത്യസ്തമായ കലാരൂപങ്ങൾ നമുക്ക് കാണാം. ഓരോ വിശുദ്ധരുടെ രൂപങ്ങളും മാർപ്പാപ്പന്മാരുടെ രൂപങ്ങളും അതുപോലെ തന്നെ മുകളിലെ കുരിശിൻ്റെ വഴിയും പരിശുദ്ധ അമ്മയുടെ ജീവിതവും, അങ്ങനെ വ്യത്യസ്തമായ മരത്താൽ ആക്കിയിരിക്കുന്ന കൊത്തുപണികളാൽ തീർത്ത വ്യത്യസ്തമായ കലാരൂപങ്ങൾ, അങ്ങനെ വലിയൊരു ആർട്ട് ഗാലറി തന്നെയാണ് നമ്മൾ ഈ ഒരു ദേവാലയത്തിൻ്റെ അൾത്താരയിൽ നമ്മൾ കാണുക. നമുക്ക് ദേവാലയത്തിൻ്റെ അൾത്താരയുടെ അവിടെ നിന്ന് വലതുവശത്തേക്ക് നീങ്ങാം. അവിടെയാണ് വിശുദ്ധ സക്രാരി വെച്ചിരിക്കുക. ഈശോയുടെ ദിവ്യസാന്നിധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയും വളരെ ആർട്ടുകളാലൊക്കെ സമ്പന്നമാക്കിയ ഒരു അൾത്താരയാണ് നമുക്ക് കാണുക. അവിടെ നിന്ന് നമ്മൾ വിശുദ്ധ ലൂക്കാസ്ലീഹയുടെ ഖബറിടത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെയാണ് വിശുദ്ധ ലൂക്കാസ്ലീഹയുടെ ഖബറിടം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വിശുദ്ധ ലൂക്കാസ്ലീഹയുടെ പേരിലുള്ള സുവിശേഷവും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ വിശുദ്ധ ലൂക്കാസ്ലീഹയാണ് എഴുതിയത്. ശരിക്കും ഇത് 2 ബാല്യങ്ങളും യഥാർത്ഥത്തിൽ ഒറ്റൊരു കൃതിയാണ്.
വളരെ ദൈർഘ്യമേറിയ ഒരു കൃതിയായതുകൊണ്ട് അത് രണ്ടായിട്ടാണ് പുതിയ നിയമത്തിലെ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷമായിട്ടും അതിനുശേഷം അപ്പോസ്തല പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ വായിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സഭയിൽ ഈശോയുടെ ജീവിതം വിശുദ്ധ ലൂക്കാ ശ്ലീഹ വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ വ്യത്യസ്തമായ മാർബിളാൽ കൊത്തിയെടുത്ത ഈശോയെ കുരിശിൽ നിന്ന് ഇറക്കുന്ന ഒരു രൂപം നമുക്ക് കാണാവുന്നതാണ്. വളരെ വ്യത്യസ്തമായിട്ടും അതുപോലെ തന്നെ മൈക്കലാഞ്ചലോയുടെ പിയാത്ത പോലെ തന്നെയുള്ള മറ്റൊരു രൂപമാണിത്. വളരെ വ്യത്യസ്തമായ ഒറ്റ മാർബിളാൽ കൊത്തിയെടുത്ത ഒരു രൂപമാണിത്. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആർട്ടും അതുപോലെ തന്നെ ഇതുണ്ടാക്കിയിരിക്കുന്നതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുക. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പല വിശുദ്ധരുടെയും ഖബറിടങ്ങൾ ഈ ദേവാലയത്തിനുണ്ട്. ഇത് വിശുദ്ധ മാക്സിമോസിൻ്റെ ഖബറിടമാണ്. വിശുദ്ധ ഖബറിടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം. ഇവിടെ നിന്ന് ഈ ദേവാലയം വീണ്ടും ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. വളരെ ആർട്ടും അതുപോലെ തന്നെ ഭംഗിയുമുള്ള ദേവാലയത്തിലൂടെ നമുക്ക് ദൈവസാന്നിധ്യത്തിൽ നടന്നു നീങ്ങുമ്പോൾ വിശുദ്ധ ലൂക്കായെക്കുറിച്ച് വീണ്ടും നമുക്ക് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. വിശുദ്ധ ലൂക്ക ഒരു ചരിത്രകാരനായിട്ടും ചിത്രകാരനായിട്ടും കൂടി അറിയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈശോയുടെയും കന്യകാമാതാവിൻ്റെയൊക്കെ മുഖം ആദ്യമായിട്ട് വരച്ചത് വിശുദ്ധ ലൂക്കാ ശ്ലീഹ ആണെന്നാണ് പറയപ്പെടുക. ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെതായ ആരോപിക്കപ്പെടുന്ന നിരവധി ബൈസൻ്റെയും ചിത്രങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ 1300 പാദുവ സർവകലാശാലയുടെ രക്ഷാധികാരിയായിട്ട് വിശുദ്ധ ലൂക്കായെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ലൂക്കൻ ഐക്കണുകളിൽ ഒന്ന് ഈ ദേവാലയത്തിൽ തന്നെയുണ്ട്. നമ്മുടെ വിശുദ്ധ ലൂക്കാ ശ്ലീഹയുടെ ഖബറിടത്തിന് മുകളിലായിട്ട് കാണുന്ന പരിശുദ്ധ മാതാവിൻ്റെ ഒരു ചിത്രം. ആ ഒരു ചിത്രം അറിയപ്പെടുക വഴിയെ സൂചിപ്പിക്കുന്ന മാതാവ് എന്നാണ്. വാസ്തവത്തിലെ പെയിൻറ്റിങ്ങിൽ പരിശുദ്ധ അമ്മ ഈശോയെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ടാണ് ആ ചിത്രം പ്രതിപാദിക്കുന്നത്. അങ്ങനെ പല ചിത്രങ്ങളും രചനകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു ദേവാലയമാണ് നമ്മളായിരിക്കുന്ന ഈ ദേവാലയം. ഇവിടെ തന്നെ ഒത്തിരി വിശുദ്ധരുടെ കല്ലറകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ആയിരിക്കുന്ന ദേവാലയത്തിൻ്റെ ഇവിടെ നമ്മൾ കാണുക വിശുദ്ധ ഫെലിച്ചിത്താസിൻ്റെ കല്ലറയാണ്. വിശുദ്ധ ഫെലിച്ചിത്താസിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് വിശുദ്ധ ഫെലിച്ചിത്താസിൻ്റെ കബറിടത്തിൽ നിന്ന് ഇനിയും മുന്നോട്ട് നീങ്ങുമ്പോൾ വീണ്ടും വലിയൊരു ആർട്ട് ഗാലറിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒത്തിരി ചിത്രരചനകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ദേവാലയം. ഇതിലൂടെ നമ്മൾ കടന്നു നീങ്ങുമ്പോൾ വീണ്ടും നമ്മൾ എത്തിച്ചേരുക വിശുദ്ധ ജൂലിയൻ്റെ കബറിടത്തിലേക്കാണ്. വിശുദ്ധ ജൂലിയൻ്റെ കബറിടത്തിലും നമുക്ക് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധരുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അവരുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ ലൂക്കാ ശ്ലീഹായുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.